JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഭക്തിയുടെയും പുണ്യത്തിൻ്റെയും ഒരു ദിനം വരികയാണ്. വൃശ്ചിക മാസം ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ വൃശ്ചിക മാസത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രത്യേകതയും അതുപോലെ അസ്ട്രോളജിയിൽ ചില സൂചനകളൊക്കെ തരുന്നുണ്ട്. അതിനെ സംബന്ധിച്ചൊക്കെ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കാം. അതുകൊണ്ട് തന്നെ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറയാം. 1200 വൃശ്ചിക മാസമാണ് വരാൻ പോകുന്നത്. ആ വൃശ്ചിക മാസത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കും. വൃശ്ചിക മാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭക്തിയുടെയും പുണ്യത്തിൻ്റെയും ഈശ്വരഭജനത്തിൻ്റെയും ആത്മീയ കാര്യങ്ങളിൽ ഉണർവ് ഉണ്ടാകുന്നതായ വ്രതാനുഷ്ഠാനങ്ങളുടെ മണ്ഡലകാലം ആരംഭിക്കുന്ന പുണ്യവും പവിത്രവുമായ ഒരു കാലം തുടങ്ങുന്ന സമയമാണ്. ഭാരതം മുഴുവൻ അറിയപ്പെടുന്ന, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യക്കാർ പ്രധാനമായും ഒരു പുണ്യയാത്രയ്ക്ക് പ്രാധാന്യം നൽകുന്ന സമയവും ഈ മണ്ഡല മകരവിളക്ക് കാലമാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ച് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ശബരിമലയിലേക്കുള്ള യാത്രയും പുണ്യനദിയായ പമ്പയും അയ്യപ്പൻ്റെ പൂങ്കാവൻ ജന്മസാഫല്യം നേടാൻ ഭക്തിയിലൂടെ സാധിക്കുമെന്ന് കാണിച്ചു തന്ന ശബരിയുടെ സാന്നിധ്യം നമുക്ക് വഴികാട്ടിയായി പ്രചോദനം നൽകുന്ന ശബരി പീഠവും വണങ്ങി 18 മലകളുടെ അധിപനായ ഭഗവാനെ കാണാൻ പോകുന്നവർ പ്രകൃതി മാതാവിൻ്റെ മടിയിൽ സ്നേഹവും വാത്സല്യവും ഭക്തിയും പ്രതീക്ഷയും ആത്മീയമായ ആനന്ദത്തിൻ്റെ വിവരിക്കാനാവാത്ത ഒരു അനുഭൂതിയും അനുഭവിച്ച് പാദബലവും ദേഹബലവും ലഭിക്കാൻ ശരണം വിളിച്ച് പ്രകൃതിയെ ഉണർത്തി ദേഹബലമാർജിച്ച് തടസ്സങ്ങൾ, ദുരിതങ്ങൾ, വിഷമങ്ങൾ എല്ലാം മാറിക്കിട്ടാൻ ഞങ്ങളെ തുണയ്ക്കണമെന്നും അനുഗ്രഹിക്കണമെന്നും പമ്പാ ഗണപതിയോട് അപേക്ഷിച്ച് അനുഗ്രഹം വാങ്ങി പൊന്നു 18-ാം പടിക്ക് താഴെ എത്തുമ്പോൾ അവിടെ കാണാം തത്വമസി എന്ന ഒരു വേദവാക്യം എഴുതി വച്ചിരിക്കുന്നത്. വലിയവനും ചെറിയവനും അവിടെയില്ല, പണക്കാരനും പാവപ്പെട്ടവനുമില്ല. അവിടെ എത്തുന്നവർ മുഴുവൻ സ്വാമിമാരും അയ്യപ്പന്മാരുമാണ്. ആരെയും പേരെടുത്ത് ഒരു സംബോധന അവിടെയില്ല. എല്ലാവരും സ്വാമിമാരാണ്, അല്ലെങ്കിൽ അയ്യപ്പന്മാരാണ്. ആൺകുട്ടികളും പ്രായഭേദമില്ലാതെ എല്ലാ പുരുഷന്മാരെയും വിളിക്കുന്ന പേരാണ് സ്വാമി. അതുപോലെ കൊച്ചുകുട്ടികളെ കന്യയ്യപ്പ എന്നും വിളിക്കും. ആദ്യമായി പോകുന്ന ആൺകുട്ടികളെയാണ് കന്യയ്യപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്നതെങ്കിലും കൊച്ചുകുട്ടികളെ കാണുന്നവരെല്ലാം തന്നെ കന്യയ്യപ്പ കന്യയ്യപ്പ എന്നൊരു സംബോധനയുണ്ട്. അതുപോലെ അമ്മമാരും അമ്മൂമ്മമാരും പിഞ്ചു ബാലികമാരും എല്ലാവരും അറിയപ്പെടുന്നത് അവിടെ മാളികപ്പുറം എന്ന പേരിലാണ്. സ്വാമിമാരും അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും പോകുന്നതും സ്വാമിയെ കാണാനും അയ്യപ്പനെ കാണാനുമാണ്. എന്ന് പറയുമ്പോൾ ഇവിടെയാണ് തത്വമസി എന്ന ആ വേദവാക്യത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കും. നമ്മൾ രണ്ടല്ല, വ്യത്യസ്തരല്ല, ഒന്ന് തന്നെയാണ്. പരസ്പരം അകന്നു നിൽക്കാനുള്ളവരല്ല, ഒന്നിച്ച് ചേർന്ന് നിൽക്കാനുള്ളവരാണ്. എന്തെല്ലാം പ്രയാസങ്ങളും തടസ്സങ്ങളും ഉണ്ടായാലും അതിനെ അതിജീവിച്ച് ലക്ഷ്യം നിറവേറ്റാനുള്ള യാത്ര എത്ര പ്രയാസമുള്ളതായാലും പരസ്പരം വഴി പറയാതെ, കുറ്റം പറയാതെ ഒന്നായി കാണാനുള്ള മനസ്സും ആത്മധൈര്യവും ഉണ്ടാകണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി 1200 വൃശ്ചിക മാസം അഥവാ മണ്ഡലകാലം തുടങ്ങുമ്പോൾ അതിനെ സംബന്ധിച്ച് 2024 പ്രാധാന്യം കൂടി പറയണം. കൊല്ലവർഷം 1200 സംഖ്യ പറയുമ്പം, അത് ന്യൂമറോളജി അനുസരിച്ച് പറയുമ്പം 1200 എന്ന സംഖ്യയിൽ 2 അക്കങ്ങളെ ഉള്ളൂ, 2 0ആണ്. അപ്പോൾ 1ഉം 2ഉം കൂട്ടുമ്പോൾ 3 വരുന്നത്. 3 എന്ന സംഖ്യ വ്യാഴത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ വർഷത്തെ അധിപൻ വ്യാഴമാണ് എന്നർത്ഥം. അതായത് 1200 എന്ന കൊല്ലവർഷത്തിൻ്റെ അധിപൻ. അതിനാൽ ഈ മണ്ഡലകാലത്ത് വ്യാഴത്തിൻ്റെ പ്രാധാന്യം വളരെ ഉണ്ടാകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വ്യാഴത്തിൻ്റെ സഞ്ചാരകാലം ഒരു വർഷമാണ്. എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന വഴിയാണ് ഭ്രമണപഥം എന്ന് പറയുന്നത്. ഇത് വൃത്താകൃതിയോ അല്ലെങ്കിൽ ദീർഘവൃത്താകൃതിയോ ആയിട്ടാണ് വരുന്നത്. 360 ഡിഗ്രിയിൽ സഞ്ചരിക്കുന്ന ഈ പാതയുടെ തുടക്കം അഥവാ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആ ഭാഗത്തെയാണ് മേടം എന്നറിയപ്പെടുന്നത്. ഇതിനെ മേടം രാശി എന്നൊക്കെ പറയും. ഭ്രമണപഥത്തെ, സഞ്ചാരത്തെ സൂചിപ്പിക്കുന്ന സമയം, അത് കാലവും വ്യത്യസ്തമാണ്. കാരണം ശനി 30 വർഷം കൊണ്ട്
സൂര്യനെ ഒന്ന് ഭ്രമണം ചെയ്യുമ്പോൾ വ്യാഴം 12 വർഷം കൊണ്ടും രാഹുകേതുക്കളാണെങ്കിൽ 1.5 വർഷം ഭ്രമണം ചെയ്തും ഇത് പൂർത്തിയാക്കും. അതുകൊണ്ട് തന്നെ ഭ്രമണപഥത്തെ 12 ഭാഗമായി ഭാഗിക്കുമ്പോൾ 30 ഡിഗ്രി വീതമുള്ള 12 ഭാഗങ്ങൾ കിട്ടും. ഈ ഓരോന്നിനും മേടം, ഇടവം, മിഥുനം തുടങ്ങി മീനം വരെയുള്ള 12 പേരുകളും നൽകി. ഈ 12 രാശിയും ഉൾപ്പെടുന്ന ഭ്രമണപഥത്തെ കാലപുരുഷൻ എന്നു പേരിട്ടു. ഈ കാലപുരുഷൻ്റെ ജന്മരാശി മേടൻ രാശിയാണ്. അതനുസരിച്ച് മേടൻ രാശിയുടെ അതായത് കാലപുരുഷൻ്റെ 8ാമത്തെ രാശിയാണ് മണ്ഡലകാലം തുടങ്ങുന്ന വൃശ്ചികം രാശി അഥവാ വൃശ്ചിക മാസം. 8 എന്ന അക്കം സൂചിപ്പിക്കുന്നത് ശനി എന്ന ഗ്രഹത്തെയാണ്. സംഖ്യാശാസ്ത്രമനുസരിച്ച് അക്കങ്ങളാണ് ഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്നത്. 1 സൂര്യനും, 2 എന്ന അക്കം ചന്ദ്രനെയും, 3 വ്യാഴത്തെയും, 4 രാഹുവിനെയും, 5 ബുധനെയും, 6 ശുക്രനെയും, 7 കേതുവിനെയും, 8 ശനിയെയും, 9 ചൊവ്വ എന്ന ഗ്രഹത്തെയുമാണ് അക്കങ്ങൾ സൂചിപ്പിക്കുന്നത്. ഗ്രഹങ്ങളും അക്കങ്ങളും തമ്മിലുള്ള ബന്ധമാണ് ഇപ്പോൾ പറഞ്ഞത്. 2024 എന്ന വർഷത്തെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അതിനെ ഒറ്റ സംഖ്യയാക്കുമ്പോൾ 2, 2, 4 എന്ന് കിട്ടും. ഇടയ്ക്കൊരു 0 അപ്പോൾ ഇത് മൊത്തം കൂടെ കൂട്ടുമ്പോൾ 2ഉം 2ഉം 4ഉം അതിൻ്റെ കൂടെ 4 കൂടെ കൂട്ടുമ്പോൾ 8 എന്ന സംഖ്യ വരും. ഇതും ശനിയെ സൂചിപ്പിക്കുന്നതാണ്. അതായത് ശനിക്ക് പ്രാധാന്യം വരുന്ന 8ാമത്തെ മാസം വൃശ്ചികം മണ്ഡലകാലമായി തിരഞ്ഞെടുത്തു എന്നാണ്. അതിൻ്റെ ചില ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണമല്ലോ അങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത്. ആ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ അറിവിൽ വൃശ്ചികത്തിൻ്റെ അധിപൻ ചൊവ്വയാണ്, 8ൻ്റെ അധിപൻ ശനിയുമാണ്. ശനിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അലസതയും മടിയും വാതരോഗവും നടക്കാനുള്ള ബുദ്ധിമുട്ടും വൃത്തിയും വെടിപ്പുമില്ലാത്ത പ്രകൃതവും മനസ്സിൽ കള്ളത്തരവും അല്പം മലിനതയും ഇടുങ്ങിയ ചിന്താഗതിയുമൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി. വൃശ്ചികത്തിൻ്റെ അധിപനാണെങ്കിൽ ചൊവ്വയാണ്. ഈ ചൊവ്വ ആവേശം, എടുത്തുചാട്ടം, കോപം, അതുപോലെ പെട്ടെന്ന് തോന്നുന്ന ആവേശം മൂലം പിന്നീടുണ്ടാകുന്ന ആ ഭവിഷ്യത്തിനെക്കുറിച്ച് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ചില പ്രകൃതം, ഇത് രണ്ടും അതായത് ശനിയുടെ സ്വഭാവവും ചൊവ്വയുടെ രീതിയും ആരുടെയും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കത്തില്ല എന്നുള്ളത് അതിൻ്റെ സ്വഭാവം കൊണ്ട് തന്നെ മനസ്സിലാവും. കാരണം ഈ ചൊവ്വയും ശനിയും നമ്മുടെ ജാതകത്തിൽ അനുകൂലമായി നമ്മളെ സഹായിക്കുന്ന രീതിയിലാണെങ്കിൽ അതുകൊണ്ട് മെച്ചമുണ്ടാകും. അപ്പോൾ ഈ ശനിയും ചൊവ്വയും എല്ലാവരുടെയും ഗ്രഹനിലയിലും ജാതകത്തിലും ഒരേ സ്വഭാവക്കാരല്ലാത്തത് കൊണ്ട് തന്നെ ചൊവ്വയുടെ സ്വഭാവവും കാണിക്കും, ശനിയുടെ സ്വഭാവവും കാണിക്കും. ഇത് രണ്ടും ആരുടെയും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കത്തില്ല. അത് അധപ്പതനത്തിനും പരസ്പര വിരോധത്തിനും നാശത്തിനും കാരണമാകുകയും ചെയ്യും. കൂട്ടുകുടുംബ വ്യവസ്ഥ നിലനിന്ന കാലത്ത് ഒരു ആരുടെയെങ്കിലും ജാതകത്തിൽ ശനിയും ചൊവ്വയും വളരെ മോശമായി വന്നാൽ ആ കുടുംബത്തിന് ദുഃഖവും ക്ലേശവും അപമാനവും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം അതെല്ലാം അവരുടെ പ്രവൃത്തി കൊണ്ടുണ്ടാകുന്നതാണ്. ഒരു വ്യക്തിയുടെ ജീവിതം മോശമാകുമ്പോൾ കുടുംബത്തിന് അതൊരു പേരുദോഷമായി വരികയും ചെയ്യും. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ജീവിതത്തിൽ ഒരടുക്കും ചിട്ടയും ഒരുമയും ഉണ്ടാകാനും ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അതിൽ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാകാനും ജീവിതത്തിന് ഒരു ലക്ഷ്യബോധം വരുത്താനുമുള്ള വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും അടിയുറച്ച ജീവിത രീതി ക്രമപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള യാത്രയായിരുന്നു മണ്ഡലകാലം. ഭഗവാന് നൽകാനുള്ളതും സ്വാമിമാർക്ക് വേണ്ട ഭക്ഷണം പാകം ചെയ്യാനും വിശ്രമിക്കാനും വേണ്ട സാധന സാമഗ്രികൾ ഇതെല്ലാം തലയിൽ ചുവന്ന് ദിവസങ്ങളോളം കാൽനടയായി യാത്ര ചെയ്ത് ഗുരുസ്വാമിയുടെ നിർദ്ദേശങ്ങൾ അതേപടി അനുസരിച്ച് ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ആത്മസുഖത്തിൻ്റെയും യാത്രയായി ശബരിമല യാത്ര ആരംഭിച്ചതിൻ്റെ ലക്ഷ്യം ദുഃഖവും ദുരിതവും ഇല്ലാത്ത ഒരുമയുടെയും ലക്ഷ്യബോധത്തിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെയും പ്രാധാന്യം എല്ലാവരെയും ഓർമ്മപ്പെടുത്താനും സുന്ദരമായ ഒരു ജീവിതം ഉണ്ടാകാനുള്ള പ്രചോദനം കൂടിയായിരുന്നു. ശബരിമല യാത്ര നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് ക്രമീകരണം നടത്തി ദിവസങ്ങൾക്ക് മുമ്പേ
അതിനുള്ള ഒരുക്കങ്ങൾ നടത്തി ജീവിതം ചിട്ടപ്പെടുത്തിയാണ് വ്രതാനുഷ്ഠാനം തുടങ്ങിയിരുന്നത് തന്നെ. ഇന്ന് പെട്ടെന്ന് തീരുമാനിക്കുന്നു, പോകുന്നു എന്ന രീതി പലർക്കും ഉണ്ടാകും. പമ്പ മുതൽ ശബരിമല സന്നിധാനം വരെയുള്ള യാത്ര വലിയ ക്ലേശമായി തോന്നുമ്പോൾ ഇന്നത്തെ കാലത്ത് വലിയ ചുമടും ചുമന്ന് ദിവസങ്ങളോളം ആഴ്ചകളോളം അങ്ങോട്ടും ഇങ്ങോട്ടും കാൽനടയായി യാത്ര ചെയ്തിരുന്ന ആ കാലത്ത് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. അഥവാ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടായി ആരും വിചാരിച്ചതുമില്ല. ബുദ്ധിമുട്ടും പ്രയാസങ്ങളും സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കഴിവ് ഇന്ന് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാതെ തന്നെ അറിയാം. ഈ 2024 വർഷത്തിൻ്റെ മണ്ഡലകാലം എന്താണെന്ന് നിശ്ചയിക്കുന്നത് പഞ്ചാംഗ പ്രകാരമാണ്. നമ്മുടെ വിശേഷ ദിവസങ്ങളും ആചാരങ്ങളും വ്രതാനുഷ്ഠാനങ്ങളും എല്ലാം തന്നെ തീരുമാനിക്കുന്നത് പഞ്ചാംഗ വിധിയുടെ അടിസ്ഥാനത്തിലാണ്, കലണ്ടർ നോക്കിയല്ല. കലണ്ടർ എന്ന് പറയുന്നത് ക്രിസ്തുവർഷപ്രകാരമുള്ള മാസത്തെയും, അതായത് ജനുവരി, ഫെബ്രുവരി മുതലായ മാസങ്ങളെയും ദിവസത്തെയും, അത് ഏത് ആഴ്ചയാണ് അല്ലെങ്കിൽ ഏത് ദിവസമാണ് വരുന്നത് ഇതിനെ മാത്രം സൂചിപ്പിക്കുന്ന ഒന്നാണ് കലണ്ടർ. എന്നാൽ ഇന്ന് കലണ്ടർ എന്ന പേരിൽ ഇറങ്ങുന്നത് പഞ്ചാംഗത്തിൻ്റെ പതിപ്പ് തന്നെയാണ്. അതുകൊണ്ടാണ് പഞ്ചാംഗത്തിൽ നക്ഷത്രവും തിഥിയും വിശേഷ ദിവസങ്ങളുമൊക്കെ കലണ്ടർ രൂപത്തിൽ അച്ചടിക്കുന്നത്. മറ്റേത് പുസ്തകം, ഇത് 1-2 വലിയ ഷീറ്റുകൾ, അത്രയേ ഉള്ളൂ വ്യത്യാസം. കൊല്ലവർഷം 1200 വിശേഷ ദിവസങ്ങളിൽ തിരുവോണം, ദീപാവലി, വിജയദശമി, ശിവരാത്രി, വിഷു, മണ്ഡലകാലം, മകരവിളക്ക് തുടങ്ങിയ എല്ലാ പ്രധാന ദിവസങ്ങളും പ്രത്യേകമായി ചേർത്ത് ഇതെല്ലാം ഏത് ദിവസമാണെന്ന് തീരുമാനിക്കുന്നതും പഞ്ചാംഗ വിധിപ്രകാരമാണ്. കലണ്ടർ പ്രകാരം നിശ്ചയിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ദിവസം, ആ ദിവസത്തിനൊന്നും ആ തീയതിക്ക് മാറ്റമില്ലാത്ത ന്യൂ ഇയർ, ക്രിസ്മസ്, സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം തുടങ്ങിയ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് കലണ്ടർ രേഖപ്പെടുന്നത്. അതായത് കലണ്ടർ പ്രകാരമുള്ള കാര്യങ്ങൾ മാറ്റം വരുത്താതെ എല്ലാ വർഷവും, അത് തുടങ്ങിയ കാലം മുതൽ എല്ലാ കൊല്ലവും അതിന് വ്യത്യാസമില്ലാതെ പോകുമ്പോൾ പഞ്ചാംഗത്തിൻ്റെ വിധി അനുസരിച്ച് തിഥി, നക്ഷത്രം, മാസം, ദിവസം ഇതെല്ലാം ഒത്തുവരുന്ന ദിവസമാണ് വിശേഷ ദിവസമായി അതിൽ രേഖപ്പെടുത്തുന്നത്. 1200 സംഖ്യ 3ആണ്. ഗ്രഹം വ്യാഴമാണ്. അത് നേരത്തെ പറഞ്ഞു. സപ്തഗ്രഹങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ഗ്രഹമാണ് വ്യാഴം. അറിവ്, പുണ്യം, ദയ, ബുദ്ധിപരമായ കഴിവ്, ആചാരാനുഷ്ഠാനങ്ങൾ, ഗുരുക്കന്മാർ, സമൂഹത്തിലെ ഗുരുസ്ഥാനീയരായ വ്യക്തികൾ, അതുപോലെ വേദശാസ്ത്ര പുരാണങ്ങൾ, യോഗാഭ്യാസം, പൂജാവിധികൾ, ബ്രഹ്മചര്യം, യോഗമുദ്രകൾ, നാമജപം, മന്ത്രം, ഹോമം, നിത്യകർമ്മങ്ങൾ, ഏകഭക്തിവ്രതം, വേദമന്ത്രം, പഞ്ചവാദ്യം, ശംഖനാദം, സർവദേവന്മാരുടെയും ചൈതന്യം, ഉപാസന കർമ്മങ്ങൾ, മന്ത്രി തലത്തിലുള്ള ഇടപെടലുകൾ. ഇവിടെ സൂര്യൻ രാജാവാണ്, ചന്ദ്രൻ രാജ്ഞിയാണ്, ചൊവ്വ സേനാനായകനാണ്, ബുധൻ യുവരാജാവാണ്, വ്യാഴം രാജഗുരുവും മന്ത്രിയുമാണ്, അഥവാ ഉപദേശം നൽകുന്ന വ്യക്തി എന്ന് വേണമെങ്കിലും പറയാം. ഇതൊക്കെയാണ് അസ്ട്രോളജി പ്രകാരമുള്ള കാര്യങ്ങൾ. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡ്, സർക്കാരിനെ സംബന്ധിച്ച് ദേവസ്വം മന്ത്രി, ഇതൊക്കെ വ്യാഴത്തിൻ്റെ പരിധിയിൽ വരും. 1200 കൊല്ലവർഷം വൃശ്ചിക മാസത്തിലെ വ്യാഴം ഇടവം, മിഥുനൻ രാശികളിലായിട്ടാണ് സഞ്ചരിക്കുന്നത്. ആദ്യം നിന്ന സ്ഥാനത്ത് നിന്ന് മാറുന്ന ഒരു സാഹചര്യം ഈ 1200 വർഷത്തിലുണ്ട്, കൊല്ലവർഷത്തിലുണ്ട്. എന്നാൽ മണ്ഡല മകരവിളക്ക് കാലത്ത് വ്യാഴം ഇടവത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. ചൊവ്വ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നത് ഒരു നല്ല കാര്യമല്ല. കാരണം നമ്മൾ ശനിയുടെയും ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും കാര്യമാണ് മണ്ഡല മകരവിളക്കിനെ സംബന്ധിച്ച് പറയുന്നത്. കാരണം വൃശ്ചിക മാസം എന്ന് പറയുമ്പോൾ അതിൻ്റെ അധിപൻ ചൊവ്വയാണ്. 1200 കൊല്ലവർഷത്തിൻ്റെ അധിപൻ 3 എന്ന സംഖ്യയുടെ അധിപൻ വ്യാഴമാണ്. അതുപോലെ തന്നെ 2024-ൻ്റെയും 8ാമത്തെ മാസത്തിൻ്റെയും അധിപൻ ശനിയാണ്. ആ ശനിക്ക് പ്രാധാന്യമുള്ള, അതിൻ്റെ പരിഹാരം ചെയ്യുന്ന ഒരു ആചാര അനുഷ്ഠാന കാലഘട്ടമായിട്ടാണ് മണ്ഡല മകരവിളക്ക് കാലം ശാസ്താവിനെ പൂജിക്കുന്നതും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ കാലഘട്ടത്തിൽ ചൊവ്വ ഈ മണ്ഡലകാലം നീചരാശിയായ കർക്കിടകത്തിലാണ് സഞ്ചരിക്കുന്നത്. അതാണ് പറഞ്ഞു. അതത്ര നല്ല ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല.
ശനി കുംഭത്തിൽ മൂലക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ തന്നെ ക്ഷേത്രമാണ്. ഭക്തർക്ക് വ്യാഴത്തിൻ്റെ ആനുകൂല്യവും ലഭിക്കും. പക്ഷെ ചൊവ്വ മോശമാകുന്നത് ചൊവ്വയെ സംബന്ധിച്ച് ഭൂമിയെയും അതുപോലെ കർക്കിടകൻ രാശി മണ്ണിനെയും ജലത്തെയും സഹോദരങ്ങളെയും അതുപോലെ സേനയെയും നിയന്ത്രിക്കുന്നവരും സഹായിക്കുന്നവരും ഒക്കെയാണല്ലോ സേന. അയ്യപ്പ സേനയുണ്ട്, പോലീസ് സേനയുണ്ട്, അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ആ സേനയിൽ വരും. അപ്പോൾ ഇവർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാകാവുന്ന സംഗതികളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം എന്നുള്ള കാരണം കർക്കിടകൻ രാശി ജലരാശിയാണ്, അവിടെയാണ് നിൽക്കുന്നത് നീചരാശിയായ ചൊവ്വ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജലം കൊണ്ടും മണ്ണുകൊണ്ടും അങ്ങനെയൊക്കെയുള്ള ദോഷവശങ്ങൾ, ഒരു പക്ഷേ ചിലപ്പോൾ മണ്ണിടിച്ചിലാകാം, അല്ലെങ്കിൽ വെള്ളപ്പൊക്കമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതകളാകാം. ഇങ്ങനെയൊന്നും ഉണ്ടായിക്കൂടാ എന്നില്ല, ഉണ്ടാകും എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അത് ഭഗവാന്റെ സന്നിധിയാണ്. അതിൻ്റെ സാധ്യതയെ നമ്മൾ ഈ ചൊവ്വയെ കൊണ്ടൊന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും ഭക്തർക്ക് തുണയായിട്ടും സഹായമായിട്ടും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ വൃശ്ചിക മാസത്തിൻ്റെ പ്രാധാന്യവും മണ്ഡലകാലവും അതിന് ന്യൂമറോളജി നൽകുന്ന അല്ലെങ്കിൽ അസ്ട്രോളജി നൽകുന്ന സൂചനയും, കാരണം ഇത് രണ്ടും രണ്ടാണ്, ന്യൂമറോളജി വേറെയാണ്, അസ്ട്രോളജി വേറെയാണ്. അതുപോലെ തന്നെ ഓരോന്നും പ്രത്യേകമുള്ള വിഷയങ്ങളാണ്. ഇതൊന്നും തമ്മിൽ പരസ്പരം എല്ലാം വേറിട്ട ഓരോ കാര്യങ്ങളാണ്. ഇത് പരസ്പരം സമന്വയിപ്പിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഭക്തിയുടെയും തടസ്സത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ഒക്കെ ഒരു മോചനം, അതായത് ഭക്തി കൊണ്ട് ഇതിൻ്റെ എല്ലാം ദുഃഖത്തിനും ദുരിതത്തിനും മോചനമുണ്ടായി എല്ലാവർക്കും ഒരു നല്ല കാലം ഉണ്ടാകുന്നതിന് വേണ്ടി, ശനിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി, ശനിദോഷം അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് ഒരാശ്വാസ കാലമായി തന്നെ ഈ മണ്ഡലകാലം ഉണ്ടാകട്ടെ എന്നും, അത് ഭക്തി പുരസ്സരം ആത്മീയതയുടെ ഒരു നല്ല കാലഘട്ടമായി നിലനിൽക്കട്ടെ എന്നും, എല്ലാ ഭക്തർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും, എല്ലാ മനുഷ്യർക്കും നന്മയും സുഖവും ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.